നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടറ്റിന് കാറ്റഗറി 4 ചോദിച്ച 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഹയറാർക്കി ഓഫ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് മിൽസ് ഗാഗ്നി. ഗാഗ്നിയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പഠന ശ്രേണി. ഹയറാർക്കി ഓഫ് ലേണിങ്ങിനകത്ത് വരുന്നത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻക്ലൂഡഡ്? വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹയറാർക്കി ഓഫ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് മിൽസ് ഗാഗ്നി. റോബർട്ട് മിൽസ് ഗാഗ്നിയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗിൽ വരുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? വെർബൽ അസോസിയേഷൻ ലേണിംഗ് എന്നതാണ് ഉത്തരം. വെർബൽ അസോസിയേഷൻ ആണ് ഹയറാർക്കി ഓഫ് ലേണിങ്ങിനകത്ത് വരുന്നത്. ഹയറാർക്കി ഓഫ് ലേണിംഗ് റോബർട്ട് മിൽസ് ഗാഗ്നി എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെതാണ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. അപ്പോൾ ഹയറാർക്കി ഓഫ് ലേണിങ്ങിനകത്ത് കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ, കോംപ്ലക്സിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ലേണിംഗ് കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലേണിങ്ങിനെ പല ലെവൽസിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും 8 ടൈപ്സ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും മുകളിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് ആണ്. അതായത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത് പ്രോബ്ലം സോൾവിങ് ലേണിംഗ് ആണെന്നാണ് ഗാഗ്നി പറയുന്നത്. ഏറ്റവും ബേസ് ലെവലിൽ വരുന്നത്, അപ്പോൾ ഏറ്റവും ടോപ്പില് പ്രോബ്ലം സോൾവിങ് ആണ്. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ സിഗ്നൽ ലേണിംഗ് ആണ്. അപ്പോൾ സിഗ്നൽ ലേണിംഗ് ആണ് ഏറ്റവും ബേസിക് ലെവല്. ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ പ്രോബ്ലം സോൾവിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗാഗ്നീസ് ഹയറാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലേണിംഗ് ടാസ്ക് ഏതാണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലേണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ടാസ്ക് എന്ന് ഗാഗ്നി വിശേഷിപ്പിച്ചത് പ്രോബ്ലം സോൾവിങ്ങിനെയാണ്. അതുപോലെ തന്നെ റോബർട്ട് മിൽസ് ഗാഗ്നി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. പുസ്തകം കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം എഴുതിയതാരാണ്? റോബർട്ട് മിൽസ് ഗാഗ്നിയാണ്. 1965 ഈ പുസ്തകം എഴുതുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വെച്ചേക്കുക. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് മിൽസ് ഗാഗ്നി ആണ്. അപ്പോൾ ഗാഗ്നീസ് ഹയറാർക്കി ഓഫ് ലേണിംഗിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. വെർബൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ ചെയിൻസ് ആണ്. വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നതിനെയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട് മിൽസ് ഗാഗ്നിയുടെ മറ്റെന്തൊക്കെ സംഭാവനകളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. മറ്റൊരു സംഭാവനയാണ് 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോബർട്ട് മിൽസ് ഗാഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് മിൽസ് ഗാഗ്നിയാണ്. ഹയറാർക്കി ഓഫ് ലേണിംഗ് തിയറി ഗാഗ്നിയുടേതാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് ബന്ദൂരയുടേതാണ്. ബന്ദൂരയുടേതാണ്. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് യാന്ത്രികമായി പഠിക്കുക എന്നതാണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഇസഡ് പി ഡി വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന നമ്മുടെ ചോദ്യം, റോബർട്ട് മിൽസ് ഗാഗ്നിയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗിനകത്ത് വരുന്നത് ഏതാണ്? വെർബൽ അസോസിയേഷൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സംഭാവനകൾ ഓർത്തിരിക്കാം. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് മിൽസ് ഗാഗ്നിയാണ്. 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷന്റെ 9 ഇനങ്ങൾ എന്നത് റോബർട്ട് മിൽസ് ഗാഗ്നിയുടെ ഒരു പ്രത്യേകത ഉള്ള ഒരു തിയറിയാണ്. അടുത്ത് ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന തിയറി റോബർട്ട് മിൽസ് ഗാഗ്നിയുടേതാണ്. 8 ടൈപ്സ് ഓഫ് ലേണിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ടാസ്ക് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഏറ്റവും സിമ്പിളും ലോവസ്റ്റ് ലെവലിലും വരുന്നത് സിഗ്നൽ ലേണിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് ക്രിയേറ്റിവിറ്റി എന്ന ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയാസ് നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഡിസ്കഷൻസും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ബേസിക് ഐഡിയ, ഒരു കൺസെപ്റ്റൽ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടർ അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോട്ട് എ ഫാക്ടർ. അപ്പോൾ നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം. ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സിൽ വരാത്ത ഏതാണ്? ഒറിജിനാലിറ്റി, ഡിസിപ്ലിൻ, ഫ്ലുവൻസി, ഡൈവർജന്റ് തിങ്കിങ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഡിസിപ്ലിൻ ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം ഒറിജിനാലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഡൈവർജന്റ് തിങ്കിങ്, അതുപോലെ തന്നെ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഡൈവർജന്റ് തിങ്കിങ്, ഇതെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ സർഗപരതയുടെ പ്രധാനപ്പെട്ട
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഒറിജിനാലിറ്റി, ഡൈവർജന്റ് തിങ്കിങ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്. ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈവർജന്റ് തിങ്കിങ്. ഡൈവർജന്റ് തിങ്കിങ് ആണ് ക്രിയേറ്റിവിറ്റിയുടെ എസെൻഷ്യൽ എലമെന്റ് എന്ന് അഭിപ്രായപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെയാണ് JP ഗിൽഫോർഡ് എന്ന് പറയും. JP ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലൊക്കെ കൊണ്ടുവന്ന SOI മോഡൽ ഇന്റലക്റ്റിനകത്ത് അവതരിപ്പിച്ച JP ഗിൽഫോർഡ് ആണ് ഡൈവർജന്റ് തിങ്കിങ് ഈസ് എൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ എസെൻഷ്യൽ എലമെന്റ് ആണ് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞത് JP ഗിൽഫോർഡ് ആണ്. അതുപോലെ തന്നെ ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി ടെസ്റ്റും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്? JP ഗിൽഫോർഡ് ആണ്. ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നത് JP ഗിൽഫോർഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡൈവർജന്റ് തിങ്കിങ് അല്ലെങ്കിൽ വിവ്രജന ചിന്ത സർഗപരതയുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ന് അഭിപ്രായപ്പെട്ടതും JP ഗിൽഫോർഡ് തന്നെ ആണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ക്രിയേറ്റിവിറ്റി ടോറൻസ് ആണ്. EP ടോറൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ ഫാദർ ആണ് EP ടോറൻസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ടോറൻസ് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. JP ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ് എന്ന ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് തയ്യാറാക്കിയത് JP ഗിൽഫോർഡ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്നതിന്റെ എറ്റിമോളജി ക്രിയാറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന വാക്ക് ഉണ്ടായതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 സ്റ്റേജസ് ആണ് നമുക്ക് ക്രിയേറ്റിവിറ്റിയിലുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഇൻക്യുബേഷൻ. മൂന്നാമത്തെ സ്റ്റേജ് ഇല്യൂമിനേഷൻ ഈസ് തേർഡ് സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ആണ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് മുഴുവനായും പഠിക്കാം. അപ്പോൾ ഇവിടെ ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കാം. ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സിൽ വരാത്തത് ഇതാണ്. നോട്ട് എ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് പഠിച്ചു വെച്ചേക്കാം. മാറ്റി ചോദിക്കാറുണ്ട്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഡൈവർജന്റ് തിങ്കിങ്. ഈ ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. ടു എ സിംഗിൾ പ്രോബ്ലം. ഒരു പ്രശ്നത്തിന് നിങ്ങൾ 360 ഡിഗ്രിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി അപ്രോച്ച് ആണ്. 360 ഡിഗ്രി അപ്രോച്ച്. നിങ്ങളൊരു പ്രശ്നത്തെ മൾട്ടിപ്പിൾ ആംഗിളിൽ നോക്കിക്കാണുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന ഏരിയ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അടുത്തൊരു ചോദ്യം, ഇന്റലിജൻസ് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റലിജൻസ് തിയറി ഉണ്ട്. മൾട്ടിപ്പിൾ എബിലിറ്റീസ് അല്ലെങ്കിൽ ഒന്നിലധികം എബിലിറ്റീസ് കൂട്ടിച്ചേർക്കുന്ന, പ്രത്യേകിച്ചും പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന ഇന്റലിജൻസ് തിയറി ഏതാണ് എന്നതാണ് ചോദ്യം. പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്ന തിയറി ഏതാണ് എന്നതാണ് ചോദ്യം. പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന തിയറിയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് LL തഴ്സ്റ്റൺ ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ആരാണ്? LL തഴ്സ്റ്റൺ ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇന്റലിജൻസിലെ തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ വരുന്നതാണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന ടേം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തഴ്സ്റ്റണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തഴ്സ്റ്റൺ ഉപയോഗിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിന്റെ പേരാണ് ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ച 2 പേരാണുള്ളത്. ഒന്ന് JP ഗിൽഫോർഡ് ആണ്, രണ്ടാമത്തത് ഈ പറയുന്ന തഴ്സ്റ്റൺ ആണ്. അപ്പോൾ JP ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അല്ലെങ്കിൽ SOI മോഡൽ അദ്ദേഹം അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് എന്ത് പറയുന്നു? അദ്ദേഹം ഈ പറയുന്ന ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി യൂണിഫാക്ടർ തിയറി അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ആൽഫ്രഡ് ബിനെ ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്, ആൽഫ്രഡ് ബിനെ. അപ്പോൾ യൂണിഫാക്ടർ തിയറി അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ തിയറി അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ആൽഫ്രഡ് ബിനെ ആണ്. ടു ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ആരാണ്? സ്പിയർമാൻ. അപ്പോൾ ഈ തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന ഭാഗം നന്നായി പഠിച്ചിരിക്കുക. അതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിക്കും.
അപ്പോൾ പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന തിയറിയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് എൽ തസ്റ്റൺ ആണെന്ന് കൂട്ടുകാർ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് വളരെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് അബിൻ എന്നാണ്. അബിന് ഡി ഗ്രേഡ് ആണ് പരീക്ഷയിൽ കിട്ടിയത്. മാത്തമാറ്റിക്സ് എക്സാമിനേഷന് കണക്ക് പരീക്ഷയിൽ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടി. ആ കുട്ടി കുറെ റീസണിങ് നടത്തുകയാണ്, പല യുക്തീകരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ പല എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നു, ഇല്ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് ഓർ ജസ്റ്റിഫിക്കേഷൻസ് ടു ഹിസ് ഓർ പ്രോബ്ലം. അവന്റെ പ്രശ്നങ്ങൾക്ക് അവൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കുറച്ച് ഒരു ലോജിക്കും ഇല്ലാത്ത ജസ്റ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഹി റീസൺസ് ദാറ്റ് ദ ക്വസ്റ്റ്യൻസ് വെയർ ഡിഫിക്കൽട്ട് ആൻഡ് സച്ച് ക്വസ്റ്റ്യൻസ് വെയർ നോട്ട് അറ്റ് ഓൾ ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് റൂം. അവൻ പറയുന്നത് എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആണ്, ഇതൊന്നും ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഡി ഗ്രേഡ് കിട്ടിയ കുട്ടി അപ്പോൾ എന്ത് പറയുകയാണ്, കൃത്യമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പറയുകയാണ്. ഇതൊരു തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രമാണ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണിത്? ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നതൊരു പരാധീനതയാണ്, ഒരു വീക്ക്നെസ് ആണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറെ ജസ്റ്റിഫിക്കേഷൻസ് ഈ കുട്ടി നടത്തുകയാണ്. അങ്ങനെ ജസ്റ്റിഫിക്കേഷൻസ് നടത്തി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് റാഷണലൈസേഷൻ, അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയും മലയാളത്തിൽ. യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്നാണ് പറയുന്നത്. റാഷണലൈസേഷൻ. ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് ആദ്യമായിട്ട് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക് സ്കൂളാണ്. സൈക്കോ അനലറ്റിക് അപ്രോച്ച് ആണ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ബ്രെയിൻ. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള നമ്മുടെ പരാധീനതകൾ, നമ്മുടെ പരാജയങ്ങളൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള റീസണിങ്, ജസ്റ്റിഫിക്കേഷൻസ് ന്യായീകരണങ്ങൾ നടത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. പുളിക്കുന്ന മുന്തിരി ശൈലി, അല്ലെങ്കിൽ സോർ ഗ്രേപ്പിസം, സ്വീറ്റ് ലെമണിസം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്വീറ്റ് ലെമണിസം. മധുര നാരങ്ങ ശൈലി, പുളിക്കുന്ന മുന്തിരി ശൈലി. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വീറ്റ് ലെമണിസം. അതായത് റാങ്ക് കിട്ടാത്ത കുട്ടി റാങ്ക് കിട്ടിയുന്നതിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും. അത് സ്വീറ്റ് ലെമണിസമാണ്. സോർ ഗ്രേപ്പിസം എന്ന് പറയുമ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റം പറയുക. എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അയാളെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ അയാൾ മോശപ്പെട്ടവനാണ് എന്നൊരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? അത് സോർ ഗ്രേപ്പിസമാണ്, നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് മീനിങ് ആണ് സോർ ഗ്രേപ്പിസത്തിനുള്ളത്. അപ്പോൾ സോർ ഗ്രേപ്പിസം, സ്വീറ്റ് ലെമണിസം എന്നിവ ഏതിന്റെ സബ് ഡിവിഷൻസ് ആണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് റാഷണലൈസേഷൻ, യുക്തീകരണം രണ്ട് രീതിയിൽ ചെയ്യാം. പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നെഗറ്റീവ്സിനെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വീറ്റ് ലെമണിസം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ വീട്ടിലിരിക്കാമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് പറയുന്നത് സ്വീറ്റ് ലെമണിസമാണ്. സോർ ഗ്രേപ്പിസം എന്ന് പറയുമ്പോൾ എന്താണ്? സോർ ഗ്രേപ്പിസം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് നെഗറ്റീവ്സ് കാണുക എന്നാണ്. എനിക്ക് റാങ്ക് കിട്ടിയില്ല, അതുകൊണ്ട് റാങ്ക് കിട്ടുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞാൽ സോർ ഗ്രേപ്പിസം ആണ്, പുളിക്കുന്ന മുന്തിരി ശൈലി. ഓക്കെ, ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, അഞ്ജലി ടീച്ചറിനെ കുറിച്ചാണ് ചോദ്യം. അഞ്ജലി ടീച്ചർ ഈസ് വെരി മച്ച് അവെയർ ഓഫ് ദ suitable learning process to be used in a classroom. While discussing a concept of science in the class, she understood that the previous lessons made no difference at all in the students. കുട്ടികളിലെ പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ പ്രീവിയസ് ലെസൺസ്, പ്രീ റിക്വസൈറ്റ്സ് ഒരു തരത്തിലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നോ ഡിഫറൻസ് അറ്റ് ഓൾ. പ്രീവിയസ് ലെസൺസ് ഒരു തരത്തിലും കുട്ടികളെ പഠന വേഗതയെ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് എന്നതാണ് ചോദ്യം. എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്? പ്രീവിയസ് ലെസൺസ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ ടാസ്ക് ചെയ്യുന്നതിനെ സഹായിക്കുന്നുമില്ല, എന്നാൽ അത് തടസ്സപ്പെടുത്തുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ എന്ത് വിളിക്കും എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരം സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ശൂന്യ സംക്രമണം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ശൂന്യ സംക്രമണം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തു വെച്ചേക്കാം. അപ്പോൾ പ്രീവിയസ് ലെസൺസ് ഒരു തരത്തിലുള്ള ഡിഫറൻസ് വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്?
പ്രീവിയസ് ലെസൺസ്, അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മുൻപ് പഠിച്ച കാര്യങ്ങൾ, പ്രീവിയസ്ലി ലേൺഡ് ടാസ്ക് ആയിരിക്കാം, സ്കില്ലുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആയിരിക്കാം, അത് നിങ്ങൾ ഒരു പുതിയ മേഖലയിൽ ഒരു ന്യൂ ആൻഡ് നോവൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് ഇസ് ക്യാരി ഔട്ട് ഓഫ് യുവർ പ്രീവിയസ് നോളജ് ഓർ സ്കിൽസ് ഇൻ ന്യൂ ആൻഡ് നോവൽ സിറ്റുവേഷൻ. നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, നേരത്തെ പഠിച്ച കാര്യങ്ങളെ ഒരു പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്കൂട്ടി നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബൈക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതായത് ഇവിടെ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച സ്കൂട്ടി ഡ്രൈവിംഗ് നിങ്ങളെ ബൈക്ക് റൈഡിങ്ങിന് നിങ്ങളെ സഹായിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കീബോർഡ് നന്നായി വായിക്കുന്ന കുട്ടിക്ക് പിയാനോ വായിക്കാൻ കഴിയുന്നു, ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇതൊക്കെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. പോസിറ്റീവ്, അതായത് പുതിയ ടാസ്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. പുതിയ ടാസ്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്താൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. പുതിയ ടാസ്ക് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, ബാരിയർ ആണ്, തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, സീറോ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നോ ഇന്റർഫിയറൻസ്, ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്നുമില്ല, ഹെൽപ്പ് ചെയ്യുന്നുമില്ല. പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, നോട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു തരത്തിലും നിങ്ങളുടെ മുന്നറിവ് നിങ്ങളെ സഹായിക്കുന്നുമില്ല, പുതിയ ടാസ്ക് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുന്നുമില്ല, എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയത് RS വുഡ്വർത്ത് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ്. RS വുഡ്വർത്ത്, അത് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ലേണിംഗ് ലോ ആണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആരുടെ തിയറിയാണ്? ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോണ്ടേക്കിന്റെ തിയറിയാണ്. തോണ്ടേക്കിന്റെ ഒരു പഠന നിയമത്തിൽ എന്ത് പറയുന്നു? ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നറിവുകൾ നമ്മൾ ഒരു പുതിയ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതിനാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്, പഠന സംക്രമണം എന്ന് പറയുന്നത്. പുതിയ ടാസ്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ പഴയ അറിവുകൾ സഹായിക്കുന്നെങ്കിൽ അതിനെ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു പുതിയ ടാസ്ക്കാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നിങ്ങളുടെ മലയാളം എന്ന് പറയുന്ന മാതൃഭാഷ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഇനി സീറോ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തരത്തിലും ബന്ധമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നീന്താൻ നന്നായിട്ട് അറിയാം എന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കൈയക്ഷരം ഉണ്ടാകണമെന്നില്ല. നീന്തലിലെ നിങ്ങളുടെ മുന്നറിവ് നിങ്ങളുടെ കൈയക്ഷരത്തിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല, കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. അപ്പോൾ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കോണ്ടെക്സ്റ്റിലെ ട്രാൻസ്ഫറിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്താണ്? നോ ഡിഫറൻസ് ആണ്. പ്രീവിയസ് നോളജ് ഒരു തരത്തിലും കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ എന്ത് വിളിക്കാം? അതിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് RS വുഡ്വർത്തിന്റെ കൺസെപ്റ്റ് ആണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. അത് ഓർത്തു വെച്ചിരിക്കുക, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. അടുത്തൊരു നല്ല ചോദ്യമാണ്, മെഷർമെന്റ് ഇവാലുവേഷൻ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു ഫെമിന ടീച്ചർ ഹാഡ് ഗിവൺ 2 ഡിഫറൻറ്റ് ടെസ്റ്റ്. 2 ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. 2 ടെസ്റ്റുകളുടെ ഇക്വവാലന്റ് ഫോം ടീച്ചർ തയ്യാറാക്കി എന്നാണ് പറയുന്നത്. 2 ടെസ്റ്റുകൾ ഒരുപോലെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വവാലന്റ് ഫോം തയ്യാറാക്കിയത്. അപ്പോൾ 2 ടെസ്റ്റുകൾ ഒരുപോലെയാണോ എന്ന് നോക്കുമ്പോൾ അവിടെ ശരിക്കും ടീച്ചർ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇക്വവാലന്റ് ഫോമിലൂടെ ടീച്ചർ ചെക്ക് ചെയ്യുന്നത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻസിയാണ്. ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇക്വവാലന്റ് ഫോംസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു അസർട്ടൈൻ റിലയബിലിറ്റി ഓഫ് ദ ടെസ്റ്റ്. റിലയബിലിറ്റി മീൻസ് കൺസിസ്റ്റൻസി, കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുക. എത്ര പ്രാവശ്യം ഒരു പരീക്ഷ നടത്തിയാലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് റിലയബിലിറ്റി. ഓക്കെ, റിലയബിലിറ്റി അത് ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, ടു സോൾവ് സം ഓഫ് ദ ഇഷ്യൂസ് ഒക്കേർഡ് ഇൻ മിക്സഡ് സ്കൂൾസ് ദ സ്കൂൾ സ്റ്റാഫ് മീറ്റിംഗ് ആൻഡ് PTA യുനാനിമസ്ലി ഡിസൈഡഡ് ദാറ്റ് ഓൺലി ഗേൾസ് വിൽ ബി അലൗഡ് ടു ബിക്കം ക്ലാസ് ലീഡർ. ക്ലാസ് ലീഡർ ആയിട്ട് പെൺകുട്ടികൾ മാത്രം വന്നാൽ മതി. ഓൺലി ഗേൾസ്, പെൺകുട്ടികളെ മാത്രം ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരോടുള്ള ഒരു വേർതിരിവാണ്, ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ ഇത് ജെൻഡർ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്
എന്നാണ് ചോദ്യം. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്താണ്? ഗേൾസ് മാത്രം എന്ത് ചെയ്താൽ മതി, ലീഡേഴ്സ് ആയാൽ മതി, ക്ലാസ് ലീഡർ ആയാൽ മതി എന്ന് PTA തീരുമാനം എടുക്കുന്നു എങ്കിൽ അത് ക്ലിയർ ആയിട്ടും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇനിക്വാലിറ്റിക്കുള്ള ഒരു കാരണം ആണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ചോദ്യം പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് പേഴ്സണാലിറ്റിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക്. നിങ്ങളുടെ അൺകോൺഷ്യസ് ലെവൽ റിവീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളെയാണ് പ്രൊജക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റീവ് ടെക്നിക്ക്. അപ്പോൾ അൺകോൺഷ്യസ് ലെവൽ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അബോധ തലത്തിലെ വിഷമങ്ങൾ, വേദനകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ കാറ്റ്, ടാറ്റ്, വാറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണ് എന്നതാണ് ചോദ്യം. അത് ആരാണ്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ലിയോപോൾഡ് ബെല്ലാക്കാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിനകത്ത് ആരൊക്കെയാണ് അത് കൊണ്ടുവന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കാറ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്; ടാറ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്; വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാറ്റ്; അതുപോലെ തന്നെ റോർഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഏറ്റവും ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് റോർഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ്. പ്രൊജക്റ്റീവ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് റോർഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിനാണ്. ഹെർമൻ റോർഷയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പേഴ്സണാലിറ്റി എന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ലിയോപോൾഡ് ബെല്ലാക്ക് ആണ്. ആൽഫ്രഡ് ബിനെ ഇന്റലിജൻസ് ടെസ്റ്റിങ്ങിന്റെ ഫാദർ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹെൻറി മുറെ, മോർഗൻ ആൻഡ് മുറെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് കൊണ്ടുവന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇത് മെഷർമെന്റ് ഇവാലുവേഷനകത്ത് നിന്നുള്ള ടെസ്റ്റ് ഐറ്റത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ടെസ്റ്റ് ഐറ്റം യൂസ്ഡ് ടു ടെസ്റ്റ് ദ എബിലിറ്റി ഓഫ് ദ ലേണർ ടു ഓർഗനൈസ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംഘാടന മികവ്, ഏതൊക്കെ കാര്യങ്ങൾ കൺസെപ്ച്വൽ ലെവലിൽ എല്ലാത്തിനെയും ഫ്ലോ ചാർട്ട് പോലെയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഡീപ്പ് ലെവലിലുള്ള ഓർഗനൈസേഷണൽ സ്കില്ലുകൾ പരിശോധിക്കുന്നത് ഇതിലാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലുവൻസി, ഗ്രാമർ സ്ട്രക്ചർ, ഇതൊക്കെ പരിശോധിക്കാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ടെസ്റ്റ് ഐറ്റം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ടെസ്റ്റ് ഐറ്റം ആണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ്, രണ്ടാമത്തത് ഷോർട്ട് ആൻസർ ടൈപ്പ്, മൂന്നാമത്തത് ലോങ് എസ്സേ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ടെസ്റ്റ് ഐറ്റം ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ഡീപ്പ് ലെവലിൽ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്കില്ല് ഇതൊക്കെ പരിശോധിക്കാൻ പറ്റുന്നത് ഏതിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് എസ്സേ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ലോങ് ആൻസർ ഓർ എസ്സേ ടൈപ്പ്. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ഐറ്റം ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈസി ടു കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ എസ്സേ ടൈപ്പിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ പറ്റും. എസ്സേ ടൈപ്പിൽ ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എസ്സേ ടൈപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർക്കിംഗ് സ്കീം നമ്മൾ തയ്യാറാക്കാറുണ്ട്. മാർക്കിംഗ് സ്കീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങളുടെ MCQ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാർക്കിംഗ് സ്കീം ശരിക്കും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമാക്കാൻ, അത് കുറച്ചുകൂടി വസ്തുനിഷ്ഠമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ മാർക്കിംഗ് സ്കീം. അപ്പോൾ മാർക്കിംഗ് സ്കീം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ സ്കോറിംഗ് കീ ഇത് തമ്മിൽ മാറിപ്പോരുത്. സ്കോറിംഗ് കീ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ്. ഏറ്റവും ഒബ്ജക്റ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ് എന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റത്തിനാണ്. അതിനകത്ത് വരുന്നതാണ് MCQ ആണ് അതിൽ ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് തന്നെ കുറേ എണ്ണം ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, മാച്ചിങ് ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് റെസ്പോൺസ് ടൈപ്പുകളാണ് അതെല്ലാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഒബ്ജക്റ്റിവിറ്റി ആണ്. സ്കോറിംഗ് കീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഒബ്ജക്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഡെപ്ത് ആയിട്ടുള്ള കുട്ടിയുടെ ഇൻഡെപ്ത് അല്ലെങ്കിൽ ഡീപ്പ് നോളജ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുട്ടിയുടെ ഇൻഡെപ്ത് നോളജ് പരിശോധിക്കാൻ നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റീഡിംഗ് സ്കില്ല്, ഫ്ലുവൻസി, ലാംഗ്വേജ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീപ്പായിട്ടുള്ള കുട്ടിയുടെ നോളജ്, ഓർഗനൈസേഷണൽ സ്കില്ലൊക്കെ പരിശോധിക്കാൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റിനകത്ത് ബ്ലൂ പ്രിന്റ് നമ്മൾ ഉപയോഗിക്കും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ബേസിക് ലെവലിൽ. ബാക്കി കാര്യങ്ങൾ നമുക്ക് മെഷർമെന്റ് ഇവാലുവേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാർക്കിംഗ് സ്കീം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് എസ് എ ടൈപ്പിനകത്ത് ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്കോറിംഗ് കീ. സ്കോറിംഗ് കീ എന്ന് പറയുന്നത് ശരിക്കുള്ള ആൻസർ ആണ്. കീഡ് റെസ്പോൺസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും. കീഡ് റെസ്പോൺസ് അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കാം. അടുത്തൊരു ചോദ്യം, which of them is true with the respect of Bruner's and Ausubel's theories of learning? ബ്രൂണറിന്റെയും ഒസുബലിന്റെയും തിയറി അനുസരിച്ചിട്ട് ഒസുബലിന്റെയും ബ്രൂണറിന്റെയും തിയറി അനുസരിച്ചിട്ട് ശരി ഏതാണ് എന്നതാണ് ചോദ്യം. ബോത്ത് അഡ്വക്കേറ്റ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവറി ലേണിംഗിനെ കുറിച്ച് പറയുന്നത് രണ്ട് തിയറിയും പറയുന്നില്ല, ബ്രൂണറിന്റെ തിയറി മാത്രമേ പറയുന്നുള്ളൂ. ബ്രൂണേഴ്സ് തിയറി ഓൺലി ഡിസ്കസസ് ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബോത്ത് പ്രൊമോട്ട് ഡിഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് അല്ല, ഈ ബ്രൂണറിന്റെ അപ്രോച്ചിനകത്ത് ഇൻഡക്റ്റീവ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ബ്രൂണറിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണ്. അപ്പോൾ ഇതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് രണ്ടിലും ശരിയാകണം. ഓക്കെ, ഒന്നിൽ മാത്രം ശരിയായ പോലെ. ഇപ്പോൾ ഡിസ്കവറി ലേണിംഗിന്റെ കാര്യത്തിൽ ബ്രൂണറിന്റെ തിയറി ശരിയാണ്, ഡിസ്കവറി ലേണിംഗ്. പക്ഷേ ഒസുബലിന്റെ ഡിസ്കവറി ലേണിംഗ് അല്ല. ഇനി ഡിഡക്റ്റീവ് റീസണിംഗ് അല്ല ബ്രൂണറിന്റെ കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്നത്, ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തത്, ബോത്ത് എയിംസ് അറ്റ് അക്വിസിഷൻ ഓഫ് നോളജ്. നോളജ് ഗെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എബിലിറ്റീസിന്റെ ഡെവലപ്മെന്റിനാണ് രണ്ടും പ്രാധാന്യം നൽകുന്നത്. അത് പൂർണ്ണമായിട്ട് ശരിയാണ്. അപ്പോൾ രണ്ട് തിയറീസ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് തിയറീസ്? ഒന്ന്, ഒസുബലിന്റെ മോഡൽ ഓഫ് ടീച്ചിങ് ഉണ്ട്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഓഫ് ടീച്ചിങ്. അതുപോലെ തന്നെ ബ്രൂണറിന്റെ ഒരു തിയറി, ബ്രൂണറിന്റെ ഫാമിലീസ് ഓഫ് ടീച്ചിങ്ങിനകത്ത് ബ്രൂണറിന്റെ മോഡൽ ഓഫ് ടീച്ചിങ് ആണ് ശരിക്കും കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഓർ CAM, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇത് രണ്ടും ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത്. ഇൻഫർമേഷൻ പ്രോസസിംഗ് ഫാമിലി. ഒസുബലിന്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആണെങ്കിലും ബ്രൂണറിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇത് രണ്ടും ഇൻഫർമേഷനാണ് പ്രാധാന്യം, നോളജിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നോളജിനാണ് പ്രാധാന്യം എന്ന് ഓർത്തു വെച്ച് രണ്ട് തിയറിയിലും. ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്ന ആരാണ്? ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത്. ബ്രൂണറിന്റെ അപ്രോച്ചിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇൻഡക്റ്റീവ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്രൂണറിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിലും അതുപോലെ തന്നെ ബ്രൂണറിന്റെ ഡിസ്കവറി ലേണിംഗിലും നമുക്ക് ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്നാണ്. ഇൻഡക്റ്റീവ് റീസണിംഗിന് ഒരു കോഡുണ്ട്, IPG എന്നാണ് കോഡ്. ഇൻഡക്റ്റീവ് റീസണിംഗ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. പർട്ടിക്കുലർ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് ജനറലൈസേഷനിലോട്ട് വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബ്രൂണറുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻഡക്റ്റീവ് റീസണിംഗ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഫ്രാൻസിസ് ബേക്കൺ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഡക്റ്റീവ് റീസണിംഗ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് തിയറിയിൽ ശരിയാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് തിയറിയിൽ ശരിയാകുന്നത് അക്വിസിഷൻ ഓഫ് നോളജ്. നോളജിനാണ് രണ്ട് തിയറീസും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് ആരാണ്? എറിക് എറിക്സന്റെ തിയറിയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് അദ്ദേഹം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി 8 സ്റ്റേജസിലായിട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന പുസ്തകം പ്രീവിയസ് ആണ്, എഴുതിയതാരാണ്? എറിക് എറിക്സൺ ആണ്. അതിനകത്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി 8 സ്റ്റേജസിലൂടെയാണ് ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? അത് എറിക് എറിക്സൺ ആണ്. അപ്പോൾ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന പുസ്തകം ഓർത്തിരിക്കുക, അത് എറിക്സന്റെ പുസ്തകമാണ്. എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയെ കുറിച്ച് പറയുന്നതാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് എറിക് എറിക്സൺ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, സ്കൂൾ ഏജിൽ വരുന്ന കുട്ടി, അതായത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടി ഏത് സ്റ്റേജിലായിരിക്കും എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന സ്റ്റേജിലാണ്. അപ്പോൾ 8 സ്റ്റേജസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിലെ 8 സ്റ്റേജസും ഓർത്തിരിക്കുക. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അഡോളസെൻസ് കുട്ടികൾ വരുന്നത് ഏത് സ്റ്റേജിലാണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് അഡോളസെൻസ് കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. അഡോളസെൻസ് കുട്ടികൾ വരുന്നത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇനി സ്കൂൾ ഏജ് 6 മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾ വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് എറിക് എറിക്സൺ ആണ്. 8 സ്റ്റേജസ് ആണ് എറിക് എറിക്സന്റെ തിയറിയിൽ ഉള്ളത്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്
എറിക് എറിക്സൺ ആണ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് ആരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അഡോളസെൻസിലെ കുട്ടികളാണെന്ന് ഓർത്തിരിക്കുക, ടീനേജേഴ്സ് ആണ്. ഓക്കെ, അടുത്ത് ഒരു ഹയർ ലെവൽ ചോദ്യമാണ്, ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമാണ്. സ്ലോ ലേണർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇമ എന്ന് പറയുന്ന കുട്ടി. ഇമ ഈസ് എ സ്ലോ ലേണർ, കെയിം ടു ദ സ്കൂൾ ഫോർ ടേക്കിംഗ് അഡ്മിഷൻ ഇൻ 5th സ്റ്റാൻഡേർഡ്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ വയസ്സ് നമ്മൾ കണക്കാക്കുന്നു 11 വയസ്സായ കുട്ടി. ഓക്കെ, 11 വയസ്സായ കുട്ടി സ്ലോ ലേണർ ആണ്. സ്ലോ ലേണർ എന്ന് പറയുമ്പോൾ വളരെ പതിയെ മാത്രം പഠിക്കുന്നു, ബുദ്ധിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താണ്, കമ്പയർ ടു ദെയർ പിയേഴ്സ് ലേണിംഗ് ഇസ് സ്ലോ. ലേണിംഗ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ലേണിംഗിന്റെ സ്പീഡ് കുറവാണ്. പേസ് ഓഫ് ലേണിംഗ് പേസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അതിനെയാണ് സ്ലോ ലേണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് എന്നും പറയും, ബാക്ക്വേർഡ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് എക്സെപ്ഷണൽ ചിൽഡ്രൻ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ 11 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി NEP അനുസരിച്ചിട്ട് 11 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ്, 10-11 വയസ്സുള്ള കുട്ടി, ഇമ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. The head teacher told them to go to a special school. സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോകാനാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത്. എന്നാൽ ഇൻക്ലൂസീവ് സെറ്റപ്പ് അനുസരിച്ചിട്ട്, ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നാണ്. ഇൻക്ലൂസീവ് കോണ്ടെക്സ്റ്റിൽ ഏതാണ് ശരി? നിങ്ങളാണെങ്കിൽ ഇൻക്ലൂസീവ് സെറ്റപ്പിൽ നിങ്ങളാണ് ഒരു ടീച്ചർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇമ ഷുഡ് ബി ഗിവൺ അഡ്മിഷൻ. ഇമയ്ക്ക് എന്ത് ചെയ്യും? നിങ്ങൾ അഡ്മിഷൻ കൊടുക്കും. അതാണ് ചെയ്യേണ്ടുന്നത്. കാരണം ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉൾച്ചേർക്കലാണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾച്ചേർക്കലാണ്. ഉൾച്ചേർക്കൽ ഓക്കെ, ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഓൾ ടൈപ്സ് ഓഫ് ലേണേഴ്സ്, അതായത് സീറോ റിജക്ഷൻ പോളിസി. നമ്മൾ ആരെയും റിജക്ട് ചെയ്യാൻ പാടില്ല. സീറോ റിജക്ഷൻ പോളിസി, ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാർക്ക് ഗസ്പേർഡ് ആണ്. മാർക്ക് ഗസ്പേർഡ് പ്രീവിയസ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാർക്ക് ഗസ്പേർഡ് ആണ്. എന്നാൽ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഫാദർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഫാദർ ഓഫ് എന്നറിയപ്പെടുന്നത് ഒവിഡ് ഡെക്രോളിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒവിഡ് ഡെക്രോളി. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ക്ലാസ് മുറി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ക്ലാസ് മുറിയാണ്. എല്ലാ തരത്തിലുള്ള കുട്ടികൾ, അതിനകത്ത് സ്ലോ ലേണേഴ്സ് ഉണ്ടായിരിക്കും, ഗിഫ്റ്റഡ് ലേണേഴ്സ് ഉണ്ടായിരിക്കും, ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി കൾച്ചറലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സെപ്ഷണൽ കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്ത് നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല, സീറോ റിജക്ഷൻ പോളിസിയാണ്. അപ്പോൾ ആ ചോദ്യം അങ്ങനെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സീറോ റിജക്ഷൻ പോളിസി അനുസരിച്ചിട്ട് എന്താണ്? ഇമയ്ക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തേ മതിയാകൂ. കാരണം ഇൻക്ലൂസീവ് സെറ്റപ്പാണ്, എല്ലാവർക്കും പഠിക്കണം, എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നു ഒരു ക്ലാസ് മുറിക്കകത്ത് തന്നെ, എല്ലാവരും ഒരു ക്ലാസ് മുറിക്കകത്ത് പഠിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാർക്ക് ഗസ്പേർഡ് ആണ്. ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒവിഡ് ഡെക്രോളി ആണ്. ഓർത്ത് വെച്ചേക്കുക. അടുത്ത് വളരെ നല്ല ഒരു ഹയർ ലെവൽ ചോദ്യമാണ്. നോട്ട് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലേണിങ്ങിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ, ചില പ്രശ്നങ്ങൾ, ടെമ്പററി ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം. ഡിസ്ലെക്സിയ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ഗ്രാഫിയ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്നോമിയ നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാകില്ല. ഡിസ്നോമിയ ശരിക്കും ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. എന്നാൽ ഓട്ടിസം ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണോടെ? ഓട്ടിസം ഒരു ലേണിംഗ് ഡിസബിലിറ്റി അല്ല. ഓട്ടിസം പിന്നെ എന്താണ്? സ്പെസിഫിക്, ഇറ്റ്സ് നോട്ട് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, ഇറ്റ്സ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ആണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ആണ് എന്ന് പറയുന്നത് ASD അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ജനറൽ ഡിസബിലിറ്റി ആണ്. ഓട്ടിസം, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ട്, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്, ഇന്റലക്ച്വൽ ഡിഫക്റ്റുകളുണ്ട്. ഇതെല്ലാം എന്താണ്? ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഡെവലപ്മെന്റൽ ഡിലേ എന്നൊക്കെ പറയുന്നത് ജനറൽ ഡിസബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ജനറൽ ഡിസബിലിറ്റീസ് ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെച്ചേക്കണം. ലേണിംഗ് ഡിസബിലിറ്റി ഏതാണ്, ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഓട്ടിസം, അതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഡൗൺ സിൻഡ്രോം, മെന്റൽ റിട്ടാർഡേഷൻ, ഇന്റലക്ച്വൽ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എന്ത് തന്നെയാണ്? ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ആണ്. ഡെവലപ്മെന്റൽ ഡിലേ എന്നൊക്കെ പറയുന്നത് ജനറൽ ഡിസബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല.
ലേണിംഗ് ഡിസബിലിറ്റി അല്ല, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിനെ ബാധിക്കുന്നതാണ്, റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്താണ്, റൈറ്റിംഗ്. ഡിസ്നോമിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസബിലിറ്റി കണക്റ്റഡ് വിത്ത് റീകോളിംഗ് നെയിം അല്ലെങ്കിൽ എന്താണ് ടേംസ്, വാക്കുകൾ ഓർത്തെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പേരുകൾ. നോമിയ എന്ന് പറഞ്ഞാൽ നെയിം എന്നൊരർത്ഥമുണ്ട്, നെയിംസ് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വിളിക്കുന്നത് ഡിസ്നോമിയ എന്ന് പറയുന്നത്. ഡിസ്നോമിയ. അപ്പോൾ ഡിസ്നോമിയ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് ശരിക്കും ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഡിസ്നോമിയ, അഫേഷ്യ, ഡിസ്ഫേഷ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും ലാംഗ്വേജ് കോംപ്രിഹെൻഷനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അതിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഡിസ്നോമിയ എന്ന് പറയുമ്പോൾ നെയിം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈഡിപ്പസ് കോംപ്ലക്സിനെ കുറിച്ചും ഇലക്ട്രാ കോംപ്ലക്സിനെ കുറിച്ചൊക്കെ പറയുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഫാലിക് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ പറയുന്ന ഈഡിപ്പൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രാ കോംപ്ലക്സ് ഇങ്ങനെയുള്ള രണ്ട് കോംപ്ലക്സ് സെക്ഷൽ അട്രാക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരോട് തോന്നുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കോംപ്ലക്സിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ് ആരോട് തോന്നുന്നതാണ്? ഒരു ആൺകുട്ടിക്ക് അവന്റെ അമ്മയോട് അല്ലെങ്കിൽ അവനേക്കാളും മുതിർന്ന സ്ത്രീകളോട് തോന്നുന്ന സെക്ഷൽ അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഈഡിപ്പൽ കോംപ്ലക്സ്. അപ്പോൾ ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ടു ഫീമെയിൽ എന്ന രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ അതിനെയാണ് ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈഡിപ്പൽ കോംപ്ലക്സ്. ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്ര എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഫീമെയിൽസിന് തന്നെക്കാളും മുതിർന്ന പുരുഷന്മാരോട്, മെയിൽസിനോട് തോന്നുന്ന ഒരു സെക്ഷൽ ക്യൂരിയോസിറ്റി, അട്രാക്ഷനെയാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഈഡിപ്പൽ കോംപ്ലക്സ്, ഇലക്ട്രാ കോംപ്ലക്സ്. ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് മുതിർന്ന സ്ത്രീകളോട് തോന്നുന്ന സെക്ഷൽ അട്രാക്ഷനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് മുതിർന്ന പുരുഷന്മാരോട് തോന്നുന്ന അട്രാക്ഷനെയാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും, ഈ രണ്ട് ഈഡിപ്പസ് ആൻഡ് ഇലക്ട്ര, ഈ രണ്ട് കോംപ്ലക്സുകളും ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജിലെ മൂന്നാമത്തെ സ്റ്റേജാണ്, ഫാലിക് സ്റ്റേജിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫാലിക് സ്റ്റേജ് സെക്ഷൽ ഡെവലപ്മെന്റിലെ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട്. എന്നാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മെഷർമെന്റ് ഇവാലുവേഷൻ എന്ന ഈ ഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഏതാണ് ശരി എന്നതാണ്. സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് സ്റ്റുഡന്റ് അസസ്മെന്റ്. ഇതിൽ ഏതാണ് ശരി? ട്രൂ. ഏറ്റവും ശരിയായിട്ടുള്ളത് എന്താണ്? അസസ്മെന്റ് വിൽ ബി റെഗുലർ ആയിട്ടും ഫോർമേറ്റീവ് ആയിട്ടും അസസ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ശരിയാണ് നമുക്ക് പറയാൻ പറ്റും. അസസ്മെന്റ് ഓഫ് ഹയർ ഓർഡർ സ്കില്ല്, ഹയർ ഓർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ചിന്താശേഷികൾ, അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കൺസെപ്ച്വൽ ക്ലാരിറ്റി, ഇതൊക്കെ നമ്മൾ മെറ്റാ കോഗ്നിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊസീജിയറൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഉയർന്ന മാനസിക ശേഷികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഹൈ പ്രിയോറിറ്റി ടു സമ്മേറ്റീവ് അസസ്മെന്റ്, ഇതാണ് നമ്മുടെ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണോ എന്നതാണ്. അപ്പോൾ ഇത് ശരിയാണോ? ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം മാത്രം പരീക്ഷ നടത്തുക എന്നാണ്. ആത്യന്തിക മൂല്യനിർണ്ണയം എൻഡ് എക്സാം ആണ്. എൻഡ് എക്സാംസ് മാത്രം നടത്തുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ലേണിംഗ് പ്രോസസ്സിനാണ്, പ്രോഡക്റ്റിനല്ല പ്രാധാന്യം നൽകുന്നത്. NEP 2020 പ്രോസസ് ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് അവിടെ ഉള്ളത്. അതനുസരിച്ച് നോക്കുമ്പോൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് മോഡേൺ പെഡഗോജിക്കൽ അപ്രോച്ചസിന് അനുസരിച്ച് തെറ്റാണ്. ബാക്കിയുള്ളത് ശരിയാണ്. അപ്പോൾ അസസ്മെന്റ് എന്ന് പറയുന്നത് റെഗുലറും ഫോർമേറ്റീവ് ആയിരിക്കണം, തുടരെയുള്ളതായിരിക്കണം, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് നേച്ചർ ഉള്ളതായിരിക്കണം. ശരിയാണ്. ഹയർ ഓർഡർ സ്കിൽസ്, അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൺസെപ്ച്വൽ ക്ലാരിറ്റി, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. എങ്ങനെ തെറ്റാവുന്നെന്ന് ചോദിച്ചാൽ സമ്മേറ്റീവായിട്ട് ഏറ്റവും അവസാനം മാത്രം നമ്മൾ പരീക്ഷ നടത്തിയിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്ത് കുറെ നീഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് ക്ലെല്ലാൻഡിന്റെ തിയറി നിങ്ങൾക്കറിയാം. എന്താണ്? അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അപ്പോൾ മോട്ടിവേഷനിലെ രണ്ടാമത്തെ തിയറിയാണ് മക്ലെല്ലാൻഡിന്റെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന നീഡുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നീഡ് ഫോർ ഗുഡ് ഫുഡ് അതിനകത്ത് വരില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്?
നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്. അപ്പോൾ 3 തരത്തിലുള്ള നീഡ്സിനെ കുറിച്ചാണ് ഡേവിഡ് മക്ലെല്ലാൻഡ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത്. അഫിലിയേഷൻ നീഡ്, സമൂഹത്തിന്റെ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അഫിലിയേഷൻ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. പവർ എന്ന് പറയുമ്പോൾ എന്താണ്? പവർ അപ്രോച്ച്, ഭരണം ഉപയോഗിക്കുക, വളരെ കോമ്പീറ്റന്റ് ആയി മാറുക. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നേടാനുള്ള അഭിപ്രേരണ. അതുപോലെ തന്നെ ഡേവിഡ് മക്ലെല്ലാൻഡ് ആണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് ആൻഡ് അവോയ്ഡൻസ് മോട്ടീവ്സിനെ കുറിച്ചും അച്ചീവ്മെന്റ് മോട്ടീവ്സിനെ കുറിച്ചും പറഞ്ഞത് ആരാണ്? ഡേവിഡ് മക്ലെല്ലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് തിയറിയെ വിളിക്കുന്ന പേരാണ് എൻ ആക്ക് തിയറി. എൻ ആക്ക് മീൻസ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഓക്കെ, എൻ ആക്ക് തിയറി എന്ന് പറഞ്ഞാൽ ആരുടെ തിയറിയാണ്? അത് മക്ലെല്ലാൻഡിന്റെ തിയറി ആണ്. അത് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, ഇത് ഇത്രയും ക്ലെല്ലാൻഡിന്റെ തിയറി ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലെല്ലാൻഡിന്റെ 3 തരത്തിലുള്ള നീഡ്സ് ആണ്, ഇത് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള 2 പേരുടെ അഭിപ്രായങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ടേംസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഒക്കേഴ്സ് ത്രൂ ഇമിറ്റേഷൻ, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് കണ്ടീഷനിങ്. കണ്ടീഷനിങ്ങിനെ കുറിച്ചും റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചും ഒക്കെ പറയുന്നു ലാംഗ്വേജിനകത്ത്. ലാംഗ്വേജിൽ കണ്ടീഷനിങ്ങും റീഇൻഫോഴ്സ്മെന്റുമാണ്, പ്രബലനവുമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് എന്ന് പറയുന്ന ആരാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. യൂണിവേഴ്സൽ ഗ്രാമർ, സാർവലൗകിക വ്യാകരണം ഉപയോഗിച്ചിട്ടാണ് കുട്ടി പഠിക്കുന്നത്. സ്പെസിഫിക് ലാംഗ്വേജ് എലമെന്റ്സ് ആൻഡ് ഗ്രാമർ ആർ ഗ്രോയിങ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ചൈൽഡ് ത്രൂ യൂണിവേഴ്സൽ ഗ്രാമർ. എല്ലാ ഭാഷകളും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ടാണ് കുട്ടി പഠിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് എന്നതാണ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. കണ്ണടച്ചുകൊണ്ട് ഉത്തരം എഴുതാം. റീഇൻഫോഴ്സ്മെന്റ്, റിവാർഡ്, പനിഷ്മെന്റ്, കണ്ടീഷനിങ്, SR കണക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ് അല്ലേ? അപ്പോൾ കണ്ടീഷനിങ് തിയറിയിൽ വരുന്ന ഒരാളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഏതാണ്? സ്കിന്നർ ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്കിന്നർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെങ്കിൽ UG ഗ്രാമർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ TG ഗ്രാമർ, ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. UG ഗ്രാമർ, TG ഗ്രാമർ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഇതെല്ലാം കൊണ്ടുവന്നത് നോം ചോംസ്കി ആണ്. നോം ചോംസ്കിയുടെ കൺസെപ്റ്റ് ആണ്. നോം ചോംസ്കി TG ഗ്രാമർ, UG ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ലാസ് ആരാണ് കൊണ്ടുവന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ബ്രൂണറിന്റെ കൺസെപ്റ്റ് ആണ്, തെറ്റിപ്പോരുത്. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ചോംസ്കിയുടെ കൺസെപ്റ്റ് ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെ കൺസെപ്റ്റ് ആണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് LSRW, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പാറ്റേൺ പരീക്ഷയ്ക്ക് ചോദിക്കാം. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. LSRW എന്ന് പറയും. LSRW, ഈ രീതിയിലാണ് നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. ഓക്കെ, ലാംഗ്വേജ് ഈസ് എ മിയർ വെർബൽ ബിഹേവിയർ ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. BF സ്കിന്നർ ആണ് ലാംഗ്വേജ് വെർബൽ ബിഹേവിയർ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റീഇൻഫോഴ്സ്മെന്റും കണ്ടീഷനിങ്ങിലൂടെയുമാണ് പഠനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് പറഞ്ഞത് കണ്ടീഷനിങ് തിയറിയാണ് അല്ലെങ്കിൽ സ്കിന്നറാണ്. യൂണിവേഴ്സൽ ഗ്രാമർ, ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ, ജനറേറ്റീവ് ഗ്രാമർ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് നോം ചോംസ്കി ആണ്. ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഫാദറാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഉത്തരം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെ കൺസെപ്റ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർത്തു വെച്ചേക്കുക. ലാഡും ലാസും മാറിപ്പോരുത്. അടുത്ത പ്രൈമറി ലേണിംഗ് ലോസ് കൊണ്ടുവന്നത് EL തോണ്ടേക്കാണെന്ന് നമുക്കറിയാം. പ്രൈമറി ലേണിംഗ് ലോസിൽ പ്രാഥമിക പഠന നിയമത്തിൽ വരാത്തത് ഏത്? നോട്ട് വന്നാൽ അണ്ടർലൈൻ ചെയ്യണം, തെറ്റിപ്പോവും. പ്രൈമറി ലേണിംഗ് ലോസിൽ വരാത്ത ഇതാണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സർസൈസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അത് നമുക്കറിയില്ല. ലോ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഒരു ലേണിംഗ് ലോ ആണോ? ലേണിംഗ് ലോ അല്ല. പ്രൈമറി ലേണിംഗ് ലോ അല്ലാത്തത് ലോ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്നതാണ്. ഇപ്പോൾ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സർസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മുടെ തോണ്ടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ് റെഡി ആവുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സർസൈസ് ചെയ്യാൻ പോകുന്നു. ആദ്യം റെഡിയായി, രണ്ടാമത് എക്സർസൈസ് ചെയ്യാൻ പോയി. എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതിന് ഒരു എഫക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ആദ്യം തോണ്ടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, റെഡിനെസ്. അതിനുശേഷം എക്സർസൈസ് ചെയ്യുന്നു, മൂന്നാമത് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോണ്ടയ്ക്കിൽ എന്തുണ്ടായി? ഒരു എഫക്റ്റ് ഉണ്ടായി. അപ്പോൾ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സർസൈസ്, ലോ ഓഫ് എഫക്റ്റ് എന്നിവ തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺസെപ്റ്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൈമറി ലേണിംഗ് ലോസ്. പ്രൈമറി ലേണിംഗ് ലോസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് പ്രൈമറി ലേണിംഗ് ലോസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് കാറ്റ് ഇൻ ദ പസിൽ ബോക്സ്. കാറ്റ് ഇൻ ദ പസിൽ ബോക്സ്, പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണം തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബോണ്ട് തിയറി അല്ലെങ്കിൽ കണക്ഷനിസം ഓർ ബോണ്ട് തിയറി. കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് പറയുന്ന തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രൈമറി ലേണിംഗ് ലോസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്ന പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണം, പൂച്ചകളിൽ എക്സ്പെരിമെന്റ് നടത്തിയത് തോണ്ടേക്കാണ്. ബോണ്ട് തിയറി അല്ലെങ്കിൽ SR ബോണ്ടിങ്ങിനെ കുറിച്ച് തിയറി കൊണ്ടുവന്ന കണക്ഷനിസം കൊണ്ടുവന്നത് തോണ്ടേക്കാണ്. അതുപോലെ തന്നെ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ലോ ആരുമായി ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് തോണ്ടേക്കിൻ്റെതാണ്. ഇത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. ഒരു സബ്സിഡറി ലേണിംഗ് ലോ ആണ്. അപ്പോൾ പ്രൈമറി ലേണിംഗ് ലോസ് ആണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. രാവിലെ തോണ്ടേക്ക് എഴുന്നേൽക്കുന്നു, റെഡിയായതിനു ശേഷം എക്സർസൈസ് ചെയ്യാൻ പോകുന്നു, എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ എഫക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, റെഡിനെസ്, എക്സസൈസ്, എഫക്റ്റ്, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലാത്തത്, നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്. ഏതാണ് അല്ലാത്തത്? പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലാത്തത് ഏതാണ്? ഇപ്പോൾ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് ലൈഫ് ലോങ് പ്രോസസ് വൂംബ് ടു ടോംബ് ആണ് അല്ലേ? പ്രീ നാറ്റൽ സ്റ്റേജിലാണ് ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. പ്രീ നാറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് തുടങ്ങും. എന്നാൽ അവസാനിക്കുന്നത് നമ്മൾ മരിക്കുമ്പോഴാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, കോംപ്രിഹെൻസീവ് ആണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആണ്. ഡെവലപ്മെന്റ് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം. ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ് പ്രിൻസിപ്പിൾ ആണ്. പരസ്പരം എല്ലാ ഘടകങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. കണ്ടിന്യൂസ് ആണ്, തുടർച്ചയുണ്ട് അല്ലേ? കണ്ടിന്യൂസ് ആണ്, ലൈഫ് ലോങ് ആണ്, ശരിയാണ്, അതും ശരിയാണ്. ദർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഡെവലപ്മെന്റിനകത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അത് എന്താണ്? യുണീക്നെസ്. വ്യക്തികൾ യുണീക്കാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് കാണാൻ പറ്റും. ലീനിയർ പ്രിൻസിപ്പിൾ, അതായത് ഇങ്ങനെ ലീനിയർ ആയിട്ട് ഒറ്റ സ്ട്രെച്ചിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലീനിയർ എന്ന് പറയുന്നത് തെറ്റാണ്. ലീനിയർ അല്ല, ഡെവലപ്മെന്റ് ഈസ് സ്പൈറൽ, നോട്ട് ലീനിയർ. സ്പൈറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. സ്പൈറൽ, ഓരോ കപ്പാസിറ്റീസും നിങ്ങൾ നേടിയെടുക്കുന്നത് സ്പൈറൽ രീതിയിലാണ്. സ്പൈറൽ അപ്രോച്ച് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഡെവലപ്മെന്റ് ഈസ് സ്പൈറൽ, നോട്ട് ലീനിയർ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, ഇന്റർ റിലേഷൻ പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ട്. ഇതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസിനകത്തുനിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡെവലപ്മെന്റൽ ടാസ്ക് R.H. ഹാവിഗസ്റ്റിൻ്റെതാണ് ഡെവലപ്മെന്റൽ ടാസ്ക്, ഓർത്ത് വെച്ചിരിക്കുക. R.H. ഹാവിഗസ്റ്റിൻ്റെതാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലീനിയർ അല്ല, സ്പൈറൽ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ലേണിംഗ് അപ്രോച്ച് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് മുറി. ഇൻക്ലൂസീവ് ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഇൻക്ലൂസീവ് ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ എന്താണ്? നോ വൺ ഈസ് റിജക്റ്റഡ്, സീറോ റിജക്ഷൻ. ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റിജക്ട് ചെയ്യുന്നില്ല. സീറോ റിജക്ഷൻ പോളിസി. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ ഏതൊക്കെ ഉപയോഗിക്കാം? ആക്ടിവിറ്റി ബേസ്ഡ്, മൾട്ടി സെൻസറി അപ്രോച്ച്, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സൈക്കോളജിയിൽ കേട്ടതിന് ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.